നമസ്കാരം സുഹൃത്തുക്കളെ. എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചാണ്. അതായത് ഞാൻ ഈ മല്ലപ്പള്ളി കട ഒരു 15 വർഷം നടത്തി. അപ്പോൾ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് നിർത്തണമെന്ന് തോന്നി. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ പിള്ളേർ രണ്ടും നവോദയയിലായിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് കുറച്ച് കൂടുതൽ, വർക്ക് ലോഡ് കൂടുതൽ, വീട്ടിലെ കാര്യങ്ങൾ, കടയിലെ കാര്യങ്ങൾ എല്ലാം കൂടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നി. പിന്നെ എനിക്ക് പ്രായം കുറച്ച് പായ വരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങളും കുറച്ച് യാത്രകളും ഒക്കെ ചെയ്യണം. എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്നൊന്നും ഞാൻ എങ്ങും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്ത്യയിലുള്ള കുറച്ച് ഈ വിദേശികൾ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഇന്ത്യയിലോട്ടല്ലേ. അപ്പോൾ ഇന്ത്യയിൽ വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട, ഒരു ഇന്ത്യക്കാരനായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിനുള്ള കാശൊന്നും ഞാനിതുവരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷേ എന്നാലും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ, ഈ തൊട്ടടുത്തുള്ള നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ പോയി കാണണം. അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ഞാൻ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെയൊക്കെ പേരിൽ ഞാൻ എൻ്റെ കട നിർത്തിയതാണ്. അപ്പം നമ്മൾ മല്ലപ്പള്ളിയിലാകുമ്പോൾ കൃത്യസമയത്ത് കട തുറക്കണം, കൃത്യസമയത്ത് അടയ്ക്കണം, ഒരു ദിവസം പോലും അടച്ചിടാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിലാകുമ്പോൾ നമുക്ക് ആ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കട അടച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ ഉപദേശികളാണ് നമ്മുടെ ചുറ്റും. നിങ്ങൾ ആലോചിക്കണം, 40-49 വയസ്സായ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ഇവരൊക്കെ ആരാണ്? തമാശ എന്നല്ലാതെ പറയാൻ പറ്റില്ല. എനിക്കറിയില്ലേ എനിക്ക് എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ലേ. പിന്നെ ചിലർ പറയുന്നു അമ്പിളി അവളുമായിട്ട് കൂട്ടുകൂടിയാൽ ശരിയാവില്ല. ഞാൻ എന്താണ് പിഴച്ച് നടക്കുന്നെത്തിയോ? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കുന്നുണ്ട്, എൻ്റെ പിള്ളേരെ നോക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ അത്യാവശ്യം കാണാൻ പോകുന്നതുള്ളവരൊക്കെ ഞാൻ കാണുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു തെറ്റ്, ഈ വീട്ടിലിരുന്ന് നുണയും കൊതിയും പറയുന്നവന്മാർ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരാരും അല്ല കേട്ടോ. അവരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതുകൂടെ പറയണമല്ലോ. എൻ്റെ ചുറ്റുവട്ടത്ത് ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെയാണ്, അവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. അവരൊക്കെ പോകണം അമ്പിളി അത് ചെയ്യണം അമ്പിളി എന്ന് മാത്രമേ പറയാറുള്ളൂ കേട്ടോ. അവരെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അവരെ കൊണ്ട് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പെരയ്ക്കകത്തിരുന്ന് ഇങ്ങനെ കൊതിയും നുണയും പറയുക, ജീവിതകാലം ചാവാവുന്നവരെ ഇങ്ങനെ കൊതിയും നുണയും പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുക. അതുമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കിഷ്ടമുള്ളത് ഡാൻസ് പഠിക്കാൻ പോകുന്നു, പാട്ട് പഠിക്കാൻ പോകുന്നു, വയലിൻ പഠിക്കാൻ പോകുന്നു, യാത്ര ചെയ്യുന്നു. ഇതൊന്നും അവരെ കൊണ്ട് പറ്റുന്നില്ല. ഒന്നുകിൽ കാശുണ്ടായിരിക്കും, അല്ലെങ്കിൽ കാശുള്ളവരാണെങ്കിൽ പോലും അവരെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സാഹചര്യമില്ല. ഇനി ഇറങ്ങിയാൽ തന്നെ അവർക്കത് ബുദ്ധിമുട്ട്. ഇത്രയും കാലം ഞാനിങ്ങനെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്നുള്ളൂ, ഞാനിങ്ങനെയല്ല, അതുകൊണ്ട് എനിക്കത് പറ്റില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തും പറയാം. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം. പിന്നെ ചില കൂട്ടരുണ്ട് കേട്ടോ, നമ്മൾ ഈ വീട്ടിലോട്ടായില്ലേ എന്നാൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങും. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ബിസിനസ്സിലൂടെയല്ലേ കാശുണ്ടാക്കുന്നത്. ഈ കാശുണ്ടാക്കുന്നല്ലാതെ ആരും നീ സന്തോഷമായിട്ട് ജീവിക്കുക അല്ല, നീ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? നിനക്ക് ഈ കട നിർത്തിയോണ്ട് സന്തോഷമാണോ സങ്കടമാണോ എന്ന് എന്നോട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. എനിക്കതാണ് അത്ഭുതം. അങ്ങനെ കാശുണ്ടാക്കുക, ഇങ്ങനെ കാശുണ്ടാക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. സത്യത്തിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്കിപ്പോൾ ഞാൻ ചെറിയ ചെറിയ യാത്രകളാണ് ചെയ്യുന്നത്. ആ ചെറിയ ചെറിയ യാത്രകൾക്കുള്ള കാശ് ഞാൻ തന്നെയാണ് സ്വരൂപിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ പോയി, ഇനി ഞങ്ങൾ ശ്രീരംഗം പോകാൻ പ്ലാൻ ചെയ്യുന്നു. അടുത്ത ദിവസം 19 ഞങ്ങൾ മൂകാംബികയ്ക്ക് പോകുന്നു. അങ്ങനെ എനിക്കിഷ്ടമുള്ള ചെറിയ ചെറിയ യാത്രകൾ, അത് ഇച്ചിരി കഴിയുമ്പോൾ വലിയ വലിയ യാത്രകളാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനൊക്കെയുള്ള കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് സമ്പാദിച്ച് വെക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു പോളിസി ചേരാനോ, അല്ലെങ്കിൽ ഇനി ആ കാശ് കൂട്ടി വെച്ച് ഞാൻ 90 വയസ്സാകുമ്പോൾ വേൾഡ് ടൂർ പോകാനോ എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഇന്ന് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് എനിക്ക് സന്തോഷമായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എനിക്കൊരു സന്തോഷം തന്നെയാണ്. കാരണം അതിൽ നിന്ന് ഓരോരുത്തരും പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് അയക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ നെഗറ്റീവ് കമൻറ്റ്സ് വരും. അപ്പോൾ ഞാൻ 2 പോസിറ്റീവ് കമൻറ്റ്സ് എടുത്ത് 2 പ്രാവശ്യം വായിച്ചു നോക്കും. അപ്പോൾ എൻ്റെ സങ്കടം അങ്ങ് തീരും. പിന്നെ തീരെ മോശമുള്ളതിനെ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഈ പറഞ്ഞ പോലെ കണ്ട ചവറും ചപ്പുമൊന്നും നമുക്ക് സഹിക്കേണ്ട കാര്യമില്ല അല്ലേ. നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു വൃത്തികെട്ട സാധനം അളിഞ്ഞു പോകുന്നതാണെങ്കിൽ നമ്മളത് എടുത്ത് പുറത്ത് കളയും, അത്രയേ ഉള്ളൂ. അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറച്ച് പേരെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ ഒരാവശ്യമില്ലാതെ വന്ന് കുത്തിത്തിരിക്കുന്നത്, അല്ലെ ഈ വേണ്ടാത്ത പറയുന്നത്, ഒരു കാര്യവുമില്ലാതെ. അപ്പം നമ്മളത് കാണുമ്പം ആ കമൻറ്റ് വായിച്ചിട്ട് പിന്നെ നമുക്ക് ആ പോസിറ്റീവായിട്ട് കിട്ടിയ കുറച്ച് കമൻറ്റ്സ് വന്ന് ഞാൻ 2-3 പ്രാവശ്യം അങ്ങ് വായിക്കും. അപ്പം നമ്മുടെ വിഷമം അങ്ങ് തീരും. അപ്പോൾ എനിക്കിത്രയേ ഉള്ളൂ. ഈ വീട്ടിലിരുന്ന് ഈ കുശുമ്പം കുന്നായ്മയും പറയുന്നത് അമ്പിളിയുടെ കൂടെയോ, അമ്പിളിയാണോ വർത്താനം എന്തൊക്കെ പറയുന്നത്. കുറേ ഈ പണ്ട് 16-ാം നൂറ്റാണ്ടിലോ ആയിരിക്കും അവരൊക്കെ ഇപ്പോഴും അവിടെ ആയിരിക്കും ജീവിക്കുന്നത് അല്ലേ. വലിയ കൊട്ടാരങ്ങളിലോ മണിമാളുകളിലോ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്ന സന്തോഷമായിട്ടാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് 2 നില വീടുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷേ എനിക്കതിൽ ജീവിക്കാൻ ഒരിക്കലും ഒരു താല്പര്യം തോന്നിയിട്ടില്ല. കാരണം എന്നാണെന്നറിയോ, ഈ വീട് വലുതാവും തോറും നമ്മുടെ ജോലി കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും പണി തീരില്ല. ഈ 2 നിലയുടെ മണ്ടയിലും അവിടെ ഇവിടെയൊക്കെ പോയി നമ്മളിത് തൂത്തും തുടച്ചു. എൻ്റെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു മുറി അടുക്കളയാണെങ്കിൽ ഏറ്റവും സന്തോഷം. കാരണം അത്രയും തൂത്ത് തുടച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ. നമ്മുടെ വർക്ക് കുറയ്ക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. വർക്ക് കൂടുന്നതോടെ നമ്മുടെ ഹാപ്പിനെസ് കുറഞ്ഞു വരുമെന്നാണ് എൻ്റെത്. പിന്നെ ഇഷ്ടമുള്ള വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു മറുപടിയാണ്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ എങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യൂ, അല്ലെങ്കിൽ അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നും ഏത് രീതിയിൽ ചെയ്യണമെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. എന്നെ ആരും ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട. പിന്നെ എന്നോട് കൂട്ടുകൂടുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അവർ പറയുന്നത് കേട്ട് എൻ്റെ കൂട്ടുകാരങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ പുല്ലെന്ന് ഞാൻ വിചാരിക്കും. 1 പോയാൽ 9 വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ പോയെങ്കിൽ പോട്ടെ, പക്ഷേ അതിന് പകരം നമുക്ക് 9 പേരെ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി 9 പേര് വന്നില്ലെങ്കിലും നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്. അത് നമ്മുടെ ഉള്ളിലാണുള്ളത്, അല്ലേ? അപ്പം ഇത് ചിലർക്കൊക്കെ വേണ്ടിയുള്ളൊരു മറുപടിയായിട്ട് തന്നെ കരുതിക്കോളൂ. അപ്പം എല്ലാവരും ഇത് കേട്ട് പിന്നെ റിയാക്ട് ചെയ്യാനൊന്നും വരില്ല. നിങ്ങളെ ആരെയല്ല ഉദ്ദേശിച്ചത്, ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബൈ.